ആയുർവേദത്തിനും അതേപോലെ ആയുർവേദ മരുന്നുകൾക്കും യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. പരസ്യം കണ്ടിട്ടൊക്കെ മേടിച്ച് കഴിക്കാം. അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഉദാഹരണം അശ്വഗന്ധ, ദശമൂല അരിഷ്ടം, അതൊക്കെ തോന്നിയ മാതിരി വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ സേഫ് ആണെന്ന് വിചാരിച്ചു ഒരുപാട് പരസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉൾപ്പെടെയൊക്കെ നമ്മളെല്ലാവരും തന്നെ പലരും പറഞ്ഞിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ആയുർവേദത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു ഹെർബൽ സാധനം, ഒരു മരുന്ന് നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല, അതിൻ്റെ കറക്റ്റായിട്ട് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചില്ല, അതായത് അതിൻ്റെ ഡോസേജ് അനുസരിച്ച് അതിൻ്റെ സമയത്തിനനുസരിച്ചിട്ട് അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അമിതമായിട്ടുള്ള രീതിയിൽ അത് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അരിഷ്ടങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ കുട്ടികൾക്ക് മുത്തങ്ങ അരിഷ്ടം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രോപ്പർ ഡോസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയുർവേദ മരുന്നുകൾ, ഏത് മരുന്നുകളും, ആയുർവേദം മാത്രമല്ല എല്ലാ മരുന്നുകളെ പോലെ തന്നെ ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വൈദ്യനിർദ്ദേശാനുസരണം മാത്രം പ്രോപ്പറായിട്ടുള്ള ടൈമിൽ കഴിച്ചെങ്കിൽ മാത്രമേ അതിനൊരു എഫിക്കസി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഗുണത്തേക്കാളെതിരെ ദോഷങ്ങളായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള ആൾക്കാരില്ലേ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ പരസ്യം കണ്ടു അല്ലെങ്കിൽ എല്ലാത്തിനും ആയുർവേദ ഒറ്റമൂലികൾ റെമഡീസ് പറയണേ, അവരിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകും.